ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പുതിയ കപ്പൽ പാത ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം പ്രഖ്യാപിച്ചു. നിലവിലെ സാഹചര്യം കൂടുതൽ തീരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാൻ ഖത്തറിന് അവസരമൊരുക്കിയതായും ഉപരോധം ഹമദ് തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നും തുറമുഖ ഡയറക്ടർ ക്യാപ്റ്റൻ അബ്ദുൽ അസീസ് നാസർ അലിയാഫി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഖത്തറിലെ ഹമദ് തുറമുഖത്തു നിന്നും ഇന്ത്യയിലേക്കുള്ള പുതിയ 2 സർവീസുകളാണ് ഇപ്പോൾ ഖത്തർ ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഗുജറാത്തിലെ മന്ദ്ര തുറമുഖം, നവശിവ എന്നിവിടങ്ങളിലേക്കായിരിക്കും പുതിയ സർവീസ് ആരംഭിക്കുക. ഒമാനിലെ സൊഹാറിലേക്കുള്ള കപ്പൽ പാതയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യൻ തീരങ്ങളിലേക്കുള്ള പുതിയ പാത. ഇനിയും കൂടുതൽ തീരങ്ങളിലേക്ക് പാത തുറക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഖത്തർ. ഖത്തറിനെതിരായ നയതന്ത്ര ഉപരോധം രാജ്യത്തേക്ക് ചരക്കുകളെത്തുന്ന ഹമദ് തുറമുഖത്തെ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് തുറമുഖത്ത് കാണാനായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദിനേനയെന്നോണം നിരവധി കപ്പലുകളാണ് പലതരം ചരക്കുകളുമായി ഇവിടെ എത്തുന്നത്. എല്ലാത്തരം പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ശേഷി ഹമദ് രാജ്യാന്തര തുറമുഖത്തിനുണ്ടെന്ന് പോർട്ട് ഡയറക്ടർ ക്യാപ്റ്റൻ അബ്ദുൽ അസീസ് നാസർ അലിയാഫി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഉപരോധം തങ്ങൾക്ക് കൂടുതൽ തീരങ്ങളിലേക്ക് വഴി തുറക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. They have capability and ability to deal with any such of crisis at this region and also any change of the economic environment. ഭക്ഷ്യവസ്തുക്കളും കന്നുകാലികളും നിർമ്മാണ സാമഗ്രികളുമെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ UAE-യിലെ ജബൽ അലി തുറമുഖം വഴി സഞ്ചരിച്ചിരുന്ന ചരക്ക് കപ്പലുകൾ ഇപ്പോൾ ഇറാഖിലെ ഖസർ വഴിയാണ് ദോഹയിലെത്തുന്നത്. ഹമദ് രാജ്യാന്തര തുറമുഖത്ത് ഇന്നും 4 കപ്പലുകളാണ് ചരക്കുകളുമായി എത്തിയത്. ചൈന, ഓസ്ട്രേലിയ, ഒമാൻ, ക്രൊയേഷ്യ എന്നിവിടങ്ങളിൽ നിന്നായി ഭക്ഷ്യവസ്തുക്കളും കെട്ടിട നിർമ്മാണ സാമഗ്രികളുമാണ് കാര്യമായി എത്തിയത്. ഖത്തറിലെ ഹമദ് രാജ്യാന്തര തുറമുഖത്തു നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1.